ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂജ റൂമാണ് കേട്ടോ. പൂജ റൂമായിട്ടല്ല, ഒരു ഷെൽഫാണ്. അതിനിങ്ങനെ 2 തട്ടായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് 2 റാക്കാണുള്ളത്. അതിന് മുൻപേ ഈ കൃഷ്ണൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കുറേ കൃഷ്ണനുണ്ട് കേട്ടോ ഇവിടെ, അതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോ പേരിട്ടിട്ടുണ്ട്. ഇയാളാണ് ഏറ്റവും വലിയ കൃഷ്ണൻ. അപ്പോൾ വസുദേവ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇയാളെ ഷെൽഫിനകത്തേക്ക് വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് വളരെ വലുതായതുകൊണ്ട് ഒരു മരത്തിൻ്റെ പീഠത്തിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനായി ഓരോരുത്തരും ഓരോ രൂപങ്ങളെ മനസ്സിൽ കാണുന്നു അല്ലേ? അതുപോലെ നമ്മൾ ആ രൂപത്തെ മനസ്സിൽ വിചാരിച്ച് പ്രേ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ വിനായകനുണ്ട്. വിനായകൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു മുരുകനുണ്ട്. പഴനിയിൽ പോയപ്പോൾ വാങ്ങിച്ച മുരുകനായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി കണ്ണൻ. ഈ കുഞ്ഞിക്കണ്ണൻ ഗുരുവായൂരിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. പിന്നെ വരുന്നത് സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും. സരസ്വതി, ലക്ഷ്മി, ഗണപതിയെല്ലാം നമ്മളിവിടെ വീട് ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ, ഹൗസ് വാമിംഗ് ഡേ തന്നെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ കൃഷ്ണനാണിത്. പേര് ഉണ്ണിക്കണ്ണൻ. ഈ വീട്ടിലേക്ക് വന്ന ആദ്യത്തെ വിഷുവിന് 2015 വാങ്ങിച്ചതായിരുന്നു. പിന്നെ കൃഷ്ണനോടൊപ്പം തന്നെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അയ്യപ്പൻ്റെ ഫോട്ടോ വീട്ടിൽ പൂജ ചെയ്യാൻ പറ്റില്ല എന്ന് ആരോ പറയുന്നത് കേട്ട് ഞാൻ കുറേ കാലം പൊതിഞ്ഞ് അലമാറയിൽ സൂക്ഷിച്ചു വച്ചതായിരുന്നു. അതായത് മോൻ മാലയിടുന്ന സമയത്ത് മാത്രം, മണ്ഡലകാലത്ത് മാത്രം പുറത്തേക്ക് എടുക്കും. എന്നിട്ട് മണ്ഡലമാസം കഴിഞ്ഞാൽ വീണ്ടും അലമാരയിൽ അതുപോലെ പൊതിഞ്ഞുകൊണ്ട് വയ്ക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഒരു ബോധോദയം ഉണ്ടായി, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഞാൻ അലമാരയ്ക്കകത്ത് വയ്ക്കുന്നില്ല. പിന്നെ ഇവിടെ പൂജാ റൂമിൽ തന്നെ സ്ഥിരമായിട്ട് വയ്ക്കാൻ തുടങ്ങി. ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് വീട്ടിൽ വിഗ്രഹാരാധന പാടില്ല എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മനസ്സ് തന്നെയാണ് എല്ലാം. കുറേ ആളുകളൊക്കെ ഇങ്ങനെ കൃഷ്ണനെ പൂജിക്കാൻ പാടില്ല, കൃഷ്ണ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഷെൽഫിൻ്റെ അകത്തേക്ക് വയ്ക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ മുന്നിൽ വിളക്കൊന്നും വയ്ക്കാതെ ഷെൽഫിനകത്ത് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനെ ഷോക്കേസിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലടോ. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസം തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്നത് ഈശയിൽ പോയപ്പോൾ അവിടെ ശിവഭഗവാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആദിയോഗിയുടെ ഒരു വിഗ്രഹം. ഇനി ഇവിടെ ഒരാളെ കൂടി വയ്ക്കാനുണ്ട്. അതിനായിട്ട് ഒരു ഫോട്ടോ കൂടി വയ്ക്കാനുള്ള സ്പേസ് കൂടി ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നേരത്തെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ആ ഫോട്ടോ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു സുദർശനം കൂടിയുണ്ട്. ശിവഭഗവാന്റെ അടുത്ത് ശിവ ടെമ്പിളിൽ പോയിട്ട് അവിടെ നിന്നും കൊണ്ടുവന്നതാണ് കേട്ടോ. സുദർശനം വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും എല്ലാം പങ്കിടുന്ന ഒരാൾ മാത്രമാണ് കേട്ടോ ഇദ്ദേഹം. ഞാൻ വേറെ ആരോടും ഒരു കാര്യവും വിശ്വസിച്ച് പറയാറില്ല. ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഇപ്പോൾ ഇയാൾ മാത്രമായിരിക്കും. ഇനി മുകൾ ഭാഗത്ത് 2 പേരുണ്ട്, ബലരാമനും കൃഷ്ണനും. ആലിലെ കൃഷ്ണൻ വെണ്ണയും പിടിച്ച് ഇരിക്കുന്നതാണ് കേട്ടോ. ഇവരെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഒരു കൃഷ്ണനെ ഞാൻ വാങ്ങിച്ചു. അയാൾ പാക്കൊക്കെ ചെയ്ത് തന്നു, ക്യാഷും കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വേറൊരാൾ അവിടെ തനിയെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ 2 ആൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അയാളെ കൂടി എടുത്തു. അങ്ങനെ 2 പേരും ഇവിടെ എത്തി, ബലരാമനും കൃഷ്ണനും. ഇതെല്ലാം മനസ്സിൻ്റെ ഓരോ സങ്കല്പങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് സംടൈം ചിരിയായിട്ട് തോന്നാം, എങ്കിലും എൻ്റെ ഓരോ വിശ്വാസങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ കുറേ മയിൽപീലിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതല്ല. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ കുറേ മയിലുകൾ വരും. ആ മയിലെല്ലാം പീലിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പോവും.
ഞാൻ ഓരോ ദിവസം പോകുമ്പോഴും 2-3 വെച്ച് കിട്ടും. അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണനും ബലരാമനുമായിട്ട് കളിക്കാനായിട്ട് 2 ആനക്കുട്ടന്മാരെ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് വെണ്ണക്കണ്ണൻ. ഈ കണ്ണൻ്റെ പേര് വെണ്ണക്കണ്ണൻ. പിന്നെ ഒരു കുഞ്ഞ് ഗണപതിയുണ്ട്. 5 സാധനങ്ങൾ നമുക്ക് തറയിൽ വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഗ്രന്ഥങ്ങൾ, ശംഖ്, നിലവിളക്ക്, പിന്നെ സ്ത്രീകളുടെ ആസനം. അതായത് സ്ത്രീകൾ വെറും തറയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. ഇനി ഒന്നുകൂടിയുണ്ട്. 5 ആയിരുന്നു, 4 പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. എന്താണ് ഓർത്താൽ പറയാം. അങ്ങനെ ഇതെല്ലാം ഗ്രന്ഥങ്ങളെല്ലാം നല്ല മഹത്തായ ഗ്രന്ഥങ്ങളല്ലേ. അത് തറയിൽ വെച്ചാൽ ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ശംഖ്, നിലവിളക്ക്, ത്രിമൂർത്തികൾ ഇരിക്കുന്ന വിളക്കല്ലേ, അത് ഭൂമിദേവിക്ക് അതിൻ്റെ ഭാരം താങ്ങാനാവില്ല. അതുകൊണ്ട് വെറും തറയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ, സ്ത്രീകൾ തറയിലിരിക്കരുത് എന്നെല്ലാം പറയുന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് കുറച്ച് ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. ഗ്രന്ഥങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ നാമം ജപിക്കുന്ന ബുക്സ് എല്ലാം ഉണ്ട്. അത് വയ്ക്കാനായിട്ട് ഇതുപോലുള്ളൊരു സ്റ്റാൻഡ് കൂടി വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഡെയിലി വായിക്കുന്ന ബുക്സ് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം വേറെ ഒരു ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഭഗവത്ഗീത, നാരായണീയം, അതുപോലെ തന്നെ രാമായണം, പിന്നെ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഹരിനാമ കീർത്തനം, മഹിഷാസുരമർദ്ദിനി, അങ്ങനെ കുറേ ബുക്സ് എല്ലാം ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ പൊക്കുന്നിയപ്പൻ, ശിവ ടെമ്പിളിൽ നിന്നും കിട്ടിയതാണ് ഇതെനിക്ക്. ഈ ഫോട്ടോ ഇതാണ് പൊക്കുന്നി ശിവക്ഷേത്രം. ഇവിടെ നിന്നും വാങ്ങിച്ച ഫോട്ടോ ആണ് കേട്ടോ. ഈ അമ്പലമെല്ലാം കുറേ ഞാൻ ഷോർട്സ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. കുളത്തിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഒരു ശിവക്ഷേത്രമാണിത്. ഇതൊക്കെയാണ് പൂജാ റൂമും പൂജാ സെറ്റിങ്ങും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ എങ്ങനെയുള്ള വീഡിയോ ഇടാനാണ് നിങ്ങൾക്കിഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഡിവോഷണൽ സ്റ്റോറീസ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ കുക്കിംഗ് വീഡിയോസ് ആണോ, ട്രാവൽ വ്ളോഗാണോ, അങ്ങനെ ഏതാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് ആളുകളൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും കമൻറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം കേട്ടോ. ഇവിടെയുള്ള ഒരു സ്പേസിലേക്ക് ആരാണ് വന്നതെന്ന് അറിയണ്ടേ. അതായത് വെങ്കിടാചലപതി മഹാലക്ഷ്മിയുമായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതുകൂടി ഞാൻ വാങ്ങിച്ചു കേട്ടോ. മയിൽപ്പീലി കിട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞില്ലേ, ഇവിടെയാണ് കേട്ടോ. ഇത് ദേവന്മാർ എന്ന് പറയും. ദേവന്മാരുടെ ടെമ്പിളാണ്. അത് പിന്നീട് പാർവതിയും പരമശിവനെയും ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞങ്ങൾ പക്ഷേ ദേവപ്പൻ എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, താങ്ക് യു.